Meet the editors. ചോദ്യം ഇതാണ്, വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് റിപ്പോർട്ടർ പ്രതിനിധി അധിക്ഷേപിച്ച് സംസാരിച്ചത് പ്രേക്ഷകർ കണ്ടു. തീവ്രവാദി എന്നാണ് വിളിച്ചത്. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി ഇപ്പോഴും നവോത്ഥാന നായകനായി തുടരുകയാണ്. നവോത്ഥാന സമിതിയുടെ തലപ്പത്തുണ്ട് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ. ഒരു പേര് അസ്വസ്ഥനാക്കുന്നു, ആ ചോദ്യം അയാളെ അസ്വസ്ഥനാക്കുകയാണ്. ഇത് എന്ത് നവോത്ഥാനം ജിമ്മി? എനിക്ക് പറയാനുള്ളത്, ഈ 10 വർഷം മുമ്പ് ഒരാൾ നടത്തിയൊരു പ്രവചനം സത്യമായി എന്നുള്ളതാണ്. 2015 നൗഷാദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു കുഴൽക്കിണറിലേക്ക് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിലേക്ക് വീഴുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച നൗഷാദ് എന്ന ആൾ മരിച്ചു പോകുന്നു. അയാളുടെ കുടുംബത്തിന് സർക്കാർ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഈ നൗഷാദ് എന്ന് പറയുന്നയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത്, ഈഴവനാണെങ്കിൽ കിട്ടുമോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇത് കേരള തൊഗാടിയാകാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നാണ്. 2015 ഒരു പേരിൽ നിന്ന് നൗഷാദ് എന്നയാളിലെ മുസ്ലിം പേര് കണ്ടെത്തിയ വെള്ളാപ്പള്ളി നടേശൻ 2025 ആകുമ്പോൾ ഒരു മുസ്ലിം പേരിൽ നിന്ന് ഒരു തീവ്രവാദിയെ കണ്ടെത്തിയിരിക്കുകയാണ്. 10 വർഷം കൊണ്ടുള്ള വളർച്ച, അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ചരിത്രം. 10 വർഷം കൊണ്ട് എവിടെ നിന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നാലോചിച്ച് നോക്കും. കഴിഞ്ഞ ഒരു വർഷം 2025 മാത്രം നമുക്കറിയാവുന്ന 4 സംഭവങ്ങൾ, 2026 ഇന്നത്തെ സംഭവം അടക്കം 5 സമയത്താണ് വെള്ളാപ്പള്ളിയുടെ നാക്ക് വളഞ്ഞിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റാനായി. അത് മലപ്പുറം ജില്ലയെ സ്പെസിഫിക് ആക്കിക്കൊണ്ടും മുസ്ലിങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുമായിരുന്നു. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അത് തുടങ്ങുന്നത് 2025 ഏപ്രിലാണ്. മലപ്പുറം ഒരു വേറിട്ടൊരു രാജ്യം, പിന്നോക്കർ പേടിയോടെ താമസിക്കുന്ന സ്ഥലം. 2025 ജൂലൈ, 2040 മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായി കേരളം മാറും. ഇങ്ങനെ പോയാൽ 2025 ഒക്ടോബർ UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും, അത് പാകിസ്ഥാൻ ഭരണമായിരിക്കും. അതിനുശേഷം അദ്ദേഹം അത് തിരുത്തി പാകിസ്ഥാൻ മനസ്സുള്ള ആളുകളായിരിക്കും ഭരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2020 ഡിസംബറിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മലപ്പുറം അടക്കമുള്ള 3 ജില്ലകളിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം കടത്തി പറഞ്ഞു. അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ മാറാട് പോലെയുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്നും പറഞ്ഞു. അവിടെ നിന്നാണ് 2026 ജനുവരിയിൽ ഇന്ന് അദ്ദേഹം ഒരു വ്യക്തിയെ, ഒരു മാധ്യമ പ്രവർത്തകനെ അയാളുടെ പേര് വെച്ച് അയാൾ തീവ്രവാദിയാണെന്ന് വിളിച്ചത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വർഗീയ വിഷം ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളുടെ പേര് വെച്ച് ഒരു തെളിവുമില്ലാതെ ഇയാൾ തീവ്രവാദിയാണെന്നും അതെനിക്കറിയാമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നയാളാണെന്നും MSFകാരനാണെന്നും പറഞ്ഞിട്ടാണ് തീവ്രവാദി എന്ന ചാപ്പ കുത്തിയത്. നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ഒരു സാമുദായിക നേതാവിനെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചോ കേട്ടിട്ടുണ്ടോ? VHPക്കാർ പറയില്ലല്ലോ ഇത്രയും ശക്തമായ, ഇത്രയും വിഷം വമിക്കുന്ന വാചകങ്ങൾ. എവിടെ നിന്നാണ് ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എത്താനുള്ള ധൈര്യം വെള്ളാപ്പള്ളി നടേശന് കിട്ടുന്നത്? ആരൊക്കെയാണ് അരികിലിരുന്ന് വിസിലടിക്കുന്നത്? കേരളം മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണത്. 2015 മുതൽ 2025 വരെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നവർ, അദ്ദേഹത്തിന് കൈയടിച്ചവർ, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചവർ, അദ്ദേഹത്തെ സംരക്ഷിച്ചവർ 2000-ലായിരുന്നെങ്കിൽ, 1990-കളിലായിരുന്നെങ്കിൽ, 2010 വരെ ആണെങ്കിൽ പോലും കേരളത്തിൽ ചിലവാകാത്ത വർഗീയ വിഷം നമുക്ക് എത്ര പേരെ അറിയാം. VHPയുടെ എത്രയോ നേതാക്കൾ, അവരെ ആരെയും സമൂഹം ഗൗരവമായി പോലും കണക്കാക്കാതെ പുറന്തള്ളുകയായിരുന്നു. ശശികല ടീച്ചറൊക്കെ ഉണ്ടാക്കിയ വിവാദവും അതിനോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും, ശബരിമലയിലെ സ്വത്ത് ആരൊക്കെയോ പിരിവ് സർക്കാർ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ കേരളം പുച്ഛിച്ച് കളഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അവിടെ നിന്ന് കേരളത്തിൻ്റെ സാഹചര്യം മാറുന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. എന്നിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും, മുസ്ലിങ്ങൾ വന്നാൽ കേരളം ഭരിച്ചാൽ ഇത് പാകിസ്ഥാനായി മാറുമെന്നും, മുസ്ലിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നും വരെ ഒരു നേതാവ് വിളിച്ചു പറയുകയാണ്. വെറുമൊരു നേതാവല്ല, ഒരു സമുദായ നേതാവാണ്. ആ സമുദായം കേരളത്തിന് വളരെ വലിയ സംഭാവന നൽകിയ കേരളത്തിലെ പ്രബലമായ ഈഴവ സമൂഹമാണ്. സ്വാതന്ത്ര്യ സമര കാലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ സമരങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ, ഇപ്പോഴും CPMനും CPIക്കൊക്കെ നേതൃത്വം നൽകുന്ന ഈഴവ സമുദായത്തിലെ ഒരുപാട് നേതാക്കളുണ്ട്. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ നേതാവ് വന്ന് സംസാരിക്കുകയാണ്. ഒരു പാർട്ടി 2015 മറ്റൊരു പാർട്ടി BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ശംഖുമുഖത്ത് വെച്ച് BDJS എന്ന് പേരിട്ട് ആ പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആൾ കൂടിയാണ്. ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു പ്രഖ്യാപനം നടത്താനും പ്രസ്താവന നടത്താനും നെഞ്ചു വിരിച്ച് അതിൻ്റെ കൂടെ മുന്നോട്ട് പോകാനും എന്ത് ധൈര്യമാണ് വെള്ളാപ്പള്ളി നടേശന്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കൂസലുമില്ല. ഇന്ന് ചോദിക്കുമ്പോൾ തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അല്ലേ. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
അതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അതൊക്കെ എനിക്കറിയാം, എൻ്റെ ബോധ്യത്തിലാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കി ചാപ്പ് കുത്തിയിട്ട് എങ്ങോട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പോവുക? ഒരു കാര്യം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഒന്നാം ഘട്ടമാണ്. രണ്ട്, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇന്ന് ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ വിമർശനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ? അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വരികൾ വളരെ ഗംഭീരമാണ്. മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളോട് മിക്കവാറും സമയങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ തീവ്രവാദിയാകുമോ? നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകനാണ്, തിരുത്താൻ തയ്യാറാകുമോ എന്നൊക്കെ നോക്കാം, അത് കഴിഞ്ഞിട്ട് പോരെ എന്നുകൂടി പറഞ്ഞു വെച്ചു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ. ഇങ്ങനെയാണ് വെള്ളാപ്പള്ളിക്ക് അരികിൽ നിന്ന് വിസിലടിക്കുന്ന ആളുകളുടെ രീതി. ഇപ്പോഴും തള്ളിപ്പറയാൻ തയ്യാറല്ല. ഇന്നലെ വളരെ ബുദ്ധിമുട്ടി മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിക്കുമ്പോഴും അദ്ദേഹം ആ നിലപാട് ശരിയല്ല, ഈ നിലപാട് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എവിടെ പോയി 2015 പിണറായി വിജയൻ? എവിടെ പോയി 2015 CPM? ഇങ്ങനെ ഒരു മനുഷ്യരുമായി ഞങ്ങൾക്കൊരു യാതൊരു ബന്ധവും പാടില്ല, ഞങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതല്ലേ? ശരി, പ്രസ്താവന വേണ്ട. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക്. ഒരാഴ്ച മുമ്പാണല്ലോ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, ശ്രീ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു കേസെടുത്തത്. ആ കേസ് എന്തിനായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല കേസിലെ പ്രതിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു ചിത്രം. അത് ആണെന്നാണ് ആരോപണം. പക്ഷേ FIR-ൽ ആണെന്നുള്ളതല്ല കുറ്റം. രണ്ടുപേരും നോക്കി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കലാപത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം എന്താ? സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ആൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് നാണക്കേടാണെന്നോ, അല്ലെങ്കിൽ ആ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാൽ കലാപം ഉണ്ടാകും എന്നുമാണല്ലോ അതിൻ്റെ അർത്ഥം. എന്ന പദം FIR-ലില്ല. അതേ യുക്തി വെച്ച് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുമോ? വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയ വളരെ പച്ചയായ വർഗീയ അധിക്ഷേപത്തിന്, ഒരാളെ തീവ്രവാദി എന്ന് മുദ്ര കുത്തിയതിന് കേസെടുക്കുമോ? എനിക്കറിയണം, ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ രണ്ടു പേർക്ക് രണ്ട് നീതി പറ്റില്ലല്ലോ. സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുത്തത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു ഒരു ചിത്രം വെച്ച് എന്നാണെങ്കിൽ ഈ കാര്യത്തിലും കേസെടുക്കണം സർക്കാർ. അതാണ് രീതി, അതാണ് മര്യാദ. ഒരാളെ പേര് വെച്ച് തിരിച്ചറിഞ്ഞ് അയാൾ തീവ്രവാദിയാണെന്ന് മുദ്ര കുത്തുന്നത് എവിടുത്തെ രീതിയാണ്? അതങ്ങ് നോർത്ത് ഇന്ത്യയിലെ രീതിയാണ്. 2017, 2018, 2019 നമുക്ക് ഓർമ്മയുണ്ടോ? ഝാർഖണ്ഡിൽ ഒരു പൊതുയോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതാണ്, അവരുടെ വേഷം കണ്ട് നമുക്ക് തിരിച്ചറിയാം. CAA സമരത്തിൽ ഡൽഹിയിൽ നടന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, അക്രമം നടത്തുന്നത് ആരാണെന്ന് അവരുടെ വേഷം കണ്ട് തിരിച്ചറിയാമെന്ന്. അതിനെതിരെ എത്ര വലിയ വിവാദങ്ങളുണ്ടായി. അതിൻ്റെ നേർവരി പിടിച്ചിട്ട് ഇവിടെ വന്ന് പറയുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ, അവൻ്റെ പേര് റാഹിസ് റഷീദ്, അവൻ തീവ്രവാദി. മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് 24-12 മണിക്കൂർ അവസാനിക്കാൻ പോവുകയാണ്. കേരളമാണിത്. കേരളത്തിൽ ഇങ്ങനെ പരസ്യമായി പറയാൻ ധൈര്യം വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന അധികാരത്തിൽ വന്നാൽ മാറാട് പോലെയുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു ഒരു പ്രമുഖ സാമുദായിക നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗോഡ്ഫാദർ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒട്ടും നിസ്സാര വിഷയവുമല്ല. അതിൻ്റെ ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മളീ പോകുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുകയോ ഷോൾ ഇടുകയോ, യോഗത്തിൽ അദ്ദേഹം ഗംഭീര കക്ഷിയാണെന്ന് 30 വർഷം അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ കാര്യമാണെന്നുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കിനെ നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ പോലീസിനുമുണ്ട്. ഒരാഴ്ച മുമ്പ് നിങ്ങൾ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ പരസ്പര സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു ചിത്രത്തിന് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തെങ്കിൽ, ഇത്തവണ അതിലും വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് നിൽക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ച് നിൽക്കുന്നയാളെ നിങ്ങൾ എങ്ങനെയാണ് ഇനി പൊതിഞ്ഞു പിടിക്കാൻ പോകുന്നത്? ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ രാവിലെ പറഞ്ഞ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം തിരുത്തുമോ എന്ന് നോക്കട്ടെ. ഒരു വരി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തീവ്രവാദിയാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ വർഗീയവാദി ആകുന്നില്ലല്ലോ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അറിവിലേക്കായി, കഴിഞ്ഞ വർഷം 2025 മാത്രം 4 തവണ, 2026 തുടങ്ങുന്നേ ഉള്ളൂ 1 തവണ, ഇത്തവണ ഏറ്റവും ഗുരുതരം 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞാൽ കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ നാവഴിച്ച് വിടുകയാണെങ്കിൽ ഇനി എന്തൊക്കെ പറയും ഈ മനുഷ്യൻ എന്നുള്ളത് ശ്രദ്ധിച്ചു കൊള്ളുക. കേരളം പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന ഒരു വർഗീയ നാടായി മാറില്ല എന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. പക്ഷേ പഴയ കാലത്തിൽ നിന്ന് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ കയ്യടി കിട്ടും. അത് ശരിയാണെന്ന് പറയാൻ സാധ്യതയുള്ള ആളുകളും മുന്നോട്ട് വരുന്നുള്ളത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. 2015 കേരള തൊഗാടിയാകാൻ ശ്രമിച്ചു എന്ന് പിണറായി വിജയൻ പറഞ്ഞയാൾ
2025 കേരള തൊഗാഡിയായി മാറിയിരിക്കുന്നു. വിഷം വമിപ്പിക്കുന്നു. എന്തു ചെയ്യും സംസ്ഥാന സർക്കാർ? എന്താണ് നിങ്ങളുടെ പരിപാടി? അല്ലെങ്കിൽ തന്നെ CPI നിങ്ങളുടെ കൂടെയുള്ള ഒരു ഘടകകക്ഷി വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെയായിരുന്നു: വെള്ളാപ്പള്ളി അല്ല LDF, വെള്ളാപ്പള്ളി ആകരുത് LDF. അതിന് മറുപടിയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ വായിൽ നിന്ന് വന്നതായി ഞാൻ വായിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടോ ഒരു വരി പറഞ്ഞതുകൊണ്ടോ ഒരു പ്രാവശ്യം സംസാരിച്ചതുകൊണ്ടോ ഒരാൾ വർഗീയവാദിയാകുന്നില്ല. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? LDFൻ്റെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുന്നണിയോടാണ് ചോദ്യം. നിങ്ങൾ ആരോടൊപ്പമാണ്? വെള്ളാപ്പള്ളിയാണോ LDF? വെള്ളാപ്പള്ളി അല്ല LDF എങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പരാമർശത്തിനെതിരെ ശക്തമായ നടപടി. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ. ഇതിലും ചെറിയ വർഗീയ പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് അടിമുടി സെക്കുലറാണ് എന്ന് മാത്രമല്ല, വലിയ കണ്ണൂരൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പള്ളികൾക്ക് കാവൽ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് CPM എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. 10 വോട്ടാണോ കേരളത്തിൻ്റെ സമുദായ മൈത്രിയാണോ പ്രധാനമെന്ന് അറിയാൻ വളരെ വലിയ താല്പര്യം. PR സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. PR സുനിൽ, ഇന്ന് നമ്മളുടെ കൂടെയുള്ള റാഹീസ് റഷീദിനെയാണ് തീവ്രവാദി എന്ന് വിളിച്ചത്. പക്ഷെ അതിനേക്കാൾ വലിയ ആക്ഷേപം കേട്ടവരാണ് മലപ്പുറത്തുകാർ. പാകിസ്ഥാൻ മനസ്സുള്ളവർ ഭരിക്കുന്നു എന്ന് തുടങ്ങിയ വലിയ വിദ്വേഷം വമിപ്പിക്കുന്ന ആക്ഷേപങ്ങൾ മലപ്പുറത്തുകാർ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ പരാമർശത്തിനു ശേഷം നിരന്തരം വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളോട് വിയോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ സംയമനം വിടാതെയുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ് റാഹീസ് റഷീദ് ചോദിച്ചത്. ആ ചോദ്യത്തിലാണ് അദ്ദേഹം പ്രകോപിതനാകുന്നത്. ഇപ്പോൾ തീവ്രവാദി എന്ന ചാപ്പ പോലും കുത്തുന്നത്. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കണ്ടേ? PR സുനിൽ. മതതീവ്രവാദത്തിൻ്റെ ഇന്ന് കേരളത്തിലെ ഒരു പേര് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയേണ്ടി വരും. നോക്കൂ, ഡൽഹി കലാപം, 2020 നടന്ന ഡൽഹിയിലെ കലാപം, ആ ഡൽഹിയിലെ കലാപത്തിന് വഴിവെച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഇതായിരുന്നു: ഗോലി മാറോ സാലോക്കോ. ആ മുദ്രാവാക്യം വിളിച്ചത് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJP നേതാവായിരുന്നു. അപ്പോൾ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJP നേതാവ് അന്ന് ആ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നത് വലിയ കലാപമായിരുന്നു. പിന്നീട് മുസ്ലിങ്ങളെ കണ്ടാൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു BJP നേതാവാണ് ഗിരിരാജ് സിംഗ്. ഇന്ന് കേന്ദ്രമന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ വാടകക്കാരാണ് എന്ന് പറയുന്ന ഒരു നേതാവാണ് ഗിരിരാജ് സിംഗ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മറ്റൊരു മുഖമാണ്, മറ്റൊരു പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, അതങ്ങനെ തന്നെയാണ്. ഒരേ സമയം കേരളത്തിൽ LDF സർക്കാരിനൊപ്പം CPM-നൊപ്പം അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയും അതേസമയം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ ഒരു മടിയുമില്ലാതെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളിന്റെ പേരാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെതിരെ ഗൗരവമായൊരു കേസുണ്ട്. എന്താണ് കേസ്? മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസ്. ഈ കേസിൽ സമീപകാലത്ത് കേരള ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യുടെ തലവൻ തന്നെയാണ് ആ കേസിന്റെയും അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ വെള്ളാപ്പള്ളി നടേശന് സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം വേണം. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാപനങ്ങളിൽ CBI-യും ED-യും കയറാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ പ്രസ്താവനകൾ ഈ കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവനകളും അക്കമിട്ട് ജിമ്മി പറഞ്ഞതാണ്. കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. VS അച്യുതാനന്ദൻ വളരെ ശക്തമായി വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാട് സ്വീകരിക്കുകയും കയ്യാമം വെച്ച് വെള്ളാപ്പള്ളി നടേശനെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് ശക്തമായി നിലപാടെടുക്കുകയും അതിനായി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്ത നേതാവിന്റെ പേരാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലൊക്കെ തന്നെ VS അച്യുതാനന്ദൻ വളരെ ശക്തമായ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ നിലപാടുകളിൽ CPIM മയപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം CPIM സംസ്ഥാന ഘടകം വിലയിരുത്തിയ ഒരു റിപ്പോർട്ട്
കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ അന്ന് കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ട് പരിശോധിച്ചു. ആ റിപ്പോർട്ടിൽ CPIM പ്രധാനമായും അവലോകനം ചെയ്തിരുന്നത് ഈഴവ വോട്ടുകൾ ഇങ്ങനെ ചോർന്നുപോയി, നായർ വോട്ടുകൾ ഈ വിധത്തിൽ ചോർന്നുപോയി, ന്യൂനപക്ഷ വോട്ടുകളിൽ ഇങ്ങനെ ഇടിവുണ്ടായി എന്നാണ്. അന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഈ രീതിയിലല്ല ഒരു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യേണ്ടത്, വർഗാടിസ്ഥാനത്തിലായിരിക്കണം ഒരു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യേണ്ടത് എന്നാണ്. കർഷക തൊഴിലാളികളുടെ വോട്ട് എവിടേക്ക് പോയി, തൊഴിലാളികളുടെ വോട്ട് എവിടേക്ക് പോയി. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ ആയാലും രാഷ്ട്രീയത്തെ ആയാലും വിലയിരുത്തുന്നതിൽ നിന്ന് CPM മാറിപ്പോകുന്നു എന്നത് ഗുരുതരമായൊരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എവിടെയാണ് ഇരിക്കുന്നത്? SNDP എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. SNDP എന്ന് പറയുന്ന യോഗം രൂപീകരിച്ചിട്ട് ഏതാണ്ട് 125 വർഷത്തിലേക്ക് എത്തുകയാണ്. ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടിയാണ് ഈ SNDP യോഗം രൂപീകരിച്ചത്? അസമത്വത്തിനെതിരെ, സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ, നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ തന്നെ നാരായണ ഗുരു ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനം ആശാനെ പോലുള്ള കുമാരനാശാനെ പോലുള്ളവർ നയിച്ച പ്രസ്ഥാനം, C കേശവനെ പോലുള്ളവർ നയിച്ച ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. പക്ഷേ നാരായണ ഗുരു എന്താണ് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ ജാതി പറയണം, മതം പറയണം, വർഗീയത പറയണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കള്ള് കുടിക്കരുത്, കള്ള് ചെത്തരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ കള്ള് കുടിക്കണം, കള്ള് ചെത്തണം, കള്ള് കച്ചവടം നടത്തണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം. അത് മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് വർഗീയ രാഷ്ട്രീയമായി മാറുന്നതാണ് കേരളം കാണുന്നത്. അതുകൊണ്ട് SNDP എന്ന് പറയുന്ന ഒരു സംഘടന എങ്ങനെയാണ് ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്, അതിനുവേണ്ടിയല്ല വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നത്. കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ മുഖമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ 1% ഈഴവർ പോലും വെള്ളാപ്പള്ളി നടേശനൊപ്പമല്ല എന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ ഈ വോട്ട് ശതമാനമൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നിശ്ചയിച്ച ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ എല്ലാ നായകനെങ്കിൽ BDJS എന്ന് പറയുന്ന പാർട്ടിയാണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി. 24% ഈഴവരുണ്ട് കേരളത്തിൽ. എവിടെയാണ് ആ വോട്ട്? അപ്പോൾ ഇന്നും BJPയുടെ കാലിൻ്റെ അടിയിൽ കിടക്കുക BDJS എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറയുന്നത് പച്ചയായ വർഗീയതയാണ്. ആ വർഗീയത പറയുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ്. അത് BJPയുടെയും സംഘപരിവാറിന്റെയും വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ. നോക്കൂ, റഹീസ് ചോദിച്ച ചോദ്യം എന്താണ്? റഹീസ് ചോദിച്ച ചോദ്യം SNDPയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിനെ കുറിച്ചാണ്. അതിന് ഉത്തരമില്ലാതാകുമ്പോൾ വർഗീയവാദി എന്ന് മാധ്യമപ്രവർത്തകനെ വിളിക്കുക. എന്ത് സേവനമാണ് ഈ നാട്ടിൽ ഈഴവർക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ പുറകെ എന്തിന് CPIM പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. CPIM എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ യഥാർത്ഥ CPM പ്രവർത്തകരും അണികളും വിശ്വാസികളും ഒന്നും തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു സമീപനത്തോട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ നടപടി വെള്ളാപ്പള്ളി നടേശന് എതിരെ സ്വീകരിക്കണം. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്ത് വെള്ളാപ്പള്ളി നടേശനെ ജയിലിലേക്ക് അയക്കുന്ന സമീപനത്തിലേക്ക് കേരള സർക്കാർ നിലപാട് സ്വീകരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതാണ് പുരോഗമന ഒരു ചിന്താഗതി. ഈ കേരള സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ഇത്രയ്ക്ക് പച്ചയായ വർഗീയത പറയാൻ ഒരാളെ അനുവദിക്കുന്ന ഒരു സമീപനം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും വലിയ തിരിച്ചടിയായിരിക്കും സർക്കാരും LDFും CPMും ഒക്കെ വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം എന്ന് പറയുന്നത്. 90 വയസ്സായി എന്നെ നിങ്ങൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ മകൻ്റെ പ്രായമുള്ള ഒരു മാധ്യമപ്രവർത്തനം വിളിക്കുകയാണ് തീവ്രവാദി എന്ന്. ഇദ്ദേഹത്തേക്ക് എന്താണ് മറുപടി പറയേണ്ടത്? 90 വയസ്സായി എന്നാണ് പറയുന്നത്. 90 വയസ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പക്വത ചെറുതായിട്ട് 90 വർഷം നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പക്വത പോലും കാണിക്കാനുള്ള മനോഭാവം വെള്ളാപ്പള്ളി നടേശൻ ഇല്ല എന്നുള്ളതാണ്. ഈ SNDP വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന് കിട്ടുന്ന ഒരു വലിപ്പമാണ് അദ്ദേഹത്തിന്. വെള്ളാപ്പള്ളി വീട്ടിൽ നടേശനായിട്ടൊന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ കേരളത്തിൽ? വെള്ളാപ്പള്ളി ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അദ്ദേഹത്തിന് കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDPയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള വലിപ്പത്തിലാണ്.
അല്ല വെള്ളാപ്പള്ളി വീട്ടിൽ നടേശനായിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇതാ തീവ്രവാദി മുസ്ലിങ്ങളെ എന്ന് വിളിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അങ്ങനെ പറയാൻ കഴിയുമോ? കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ? ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ പൊളിമ്പിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ജാതി മതം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വതത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സംവിധാനത്തിൻ്റെ മുന്നിലിരുന്നോട് എന്നോട് മലപ്പുറം പരാമർശം ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവം തന്നെ ഇട്ടില്ല. ഏതോ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ അതായത് നിങ്ങളെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പുള്ളി മലപ്പുറം എടുത്ത് വെച്ച് തുടങ്ങുകയാണ്. മലപ്പുറം എടുത്ത് വെച്ച് അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 1-1-1 ആയിട്ട്. അതിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് സ്കൂൾ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് മലബാറിൽ 3 ജില്ലകളുണ്ട്, കാസർഗോഡ്, വയനാട്, മലപ്പുറം. ഒരു സ്കൂൾ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് റഷീദ് ചോദിക്കുന്നതാണ് എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ സ്കൂൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്ഥലമില്ലേ? സ്ഥലം മേടിക്കാൻ കിട്ടുന്നില്ലേ എന്ന് ചോദിക്കും. സ്ഥലം മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിനെന്താ പ്രശ്നം? ഇല്ല. പിന്നെ എന്താണ് പ്രശ്നം? അനുമതി തരുന്നില്ല. അപ്പോൾ അനുമതി എങ്ങനെ തരുന്നത്? ആരാ തരാത്ത അനുമതി? അനുമതി തരാത്ത സർക്കാർ. ഏത് സർക്കാർ? പിണറായി വിജയൻ 9 വർഷമായിട്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷയും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല എന്ന്. അവിടെ അപേക്ഷയും കൊടുത്തിട്ടില്ല, സ്കൂൾ കിട്ടാത്ത പ്രശ്നമില്ല, അവിടെ സ്കൂളുണ്ട്. അതിന് മുൻപുള്ള കേരളത്തിലുള്ള SNDP ട്രസ്റ്റുകളുടെ മുഴുവൻ ട്രസ്റ്റുകളുടെ മുഴുവൻ സ്കൂളുകൾ വേണ്ടത് ഓരോ സർക്കാർ കൊടുത്ത സ്കൂളുകളാണ് കേരളത്തിൽ മുഴുവനുള്ളത്. വർഗീയ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് SNDPയിലെ അണികൾ തന്നെ വന്നിട്ട് ഇദ്ദേഹം എന്ന് നിർത്തുമോ, ഈ പരിപാടി ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കേണ്ട കാലം വന്നിരിക്കണോ? 90 വയസ്സായി അദ്ദേഹമെങ്കിലും അത് മനസ്സിലാക്കി മാറി കൊടുക്കണ്ടേ? അദ്ദേഹം എന്താ വിചാരിക്കുന്നത്? SNDPയിൽ SN ട്രസ്റ്റിൻ്റെ അകത്ത് ആരുമില്ല ഇദ്ദേഹത്തെ പോലെ മാന്യനായി ഇദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിവുള്ള ഇദ്ദേഹത്തെ പോലെ ഈ സംഘടന നയിക്കാൻ പറ്റുന്ന ആളില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണോ SNDPയിലെ അവസ്ഥ എന്ന് പറയുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവർ പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ ഈഴവരുള്ള ഒരു സംസ്ഥാനത്ത് ഇതിനെ നയിക്കാൻ ആരും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ 100 വയസ്സായാലും ഞാൻ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാറാട് കലാപം ഉണ്ടാകുമ്പോൾ എന്ന് പറയുന്നത് പൊട്ടാസ്യം സൈനൈഡാണ് മുസ്ലിം ലീഗ് എന്ന് പറയുകയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? BJP പോലും പറഞ്ഞിട്ടില്ല എന്ന് പൊട്ടാസ്യം സൈനൈഡാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ഒരു സാമുദായിക നേതാവ്, വേറെ ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കാരണം ഇദ്ദേഹത്തിനെ പ്രശ്നം എന്താ? SNDPനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യം ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ടോ? SNDPക്ക് എന്തെങ്കിലും ആവശ്യം ഇതുവരെ ഉന്നയിച്ചാൽ നിങ്ങൾ കേട്ടോ? ഒരു 5-10 വർഷത്തിനുള്ളിൽ SNDPക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, SNDPക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, ഇന്ന കാര്യങ്ങളുടെ ഷോർട്ടേജ് ഞങ്ങൾക്കുണ്ട്, ഈ SNDP അല്ല എന്താണ് ഈഴവ സമുദായത്തിൽപ്പെട്ട പാവങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരണം, ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ ഉദ്ദേശിപ്പിക്കണം, ഇന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം, എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊന്നും പറയാതെ പറയുന്നത് അറിയോ? നിങ്ങളതാ പിന്നെ ലീഗിനെ കണ്ടില്ലേ? നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടില്ലേ? അവർക്കതാ കാറുണ്ട്, അവർക്ക് വീടുണ്ട്, അവർ ഗൾഫിൽ പണിയെടുക്കുകയാണ്. നിങ്ങൾക്കതാ മലപ്പുറത്ത് ഇവരെല്ലാം കൂടിയിട്ടുണ്ട് തീവ്രവാദം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണെന്ന്? ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ആർക്കെങ്കിലും കേൾക്കണോ? ആർക്കെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയം കേൾക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാവായിട്ടാണ് കേരളത്തിലെ ആൾക്കാർ കാണുന്നത്. അദ്ദേഹത്തെ ഒരു മത നേതാവ് എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ. സമുദായ നേതാവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസംഗം ആർക്കാണ് കേൾക്കേണ്ടത്? അദ്ദേഹം പറയുന്ന മുഴുവൻ UDF-നെയും LDF-നെയും കോൺഗ്രസിനെയും BJP-യെയും CPM-നെയും ഒക്കെ ഇരുന്ന് മര്യാദ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം മര്യാദ പഠിപ്പിക്കാത്ത പാർട്ടി ഏതാ കേരളത്തിലുള്ള? ഏതെങ്കിലും ഒരു പാർട്ടിനെ വേണ്ട. ഇദ്ദേഹം കൊണ്ടുവന്ന പാർട്ടിയല്ലേ BDJS? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1 ലക്ഷത്തിന് മേലെ വോട്ട് കിട്ടിയവർക്ക് ഒരു മണ്ഡലത്തിൽ കിട്ടിയോ? സ്വന്തം മകനെ മത്സരിപ്പിച്ചിട്ട് 80,000 വോട്ടാണ് കിട്ടിയത്, 89,000 വോട്ടം കണ്ട് കിട്ടിയത്. സ്വന്തം മകനെ മത്സരിപ്പിച്ചിട്ടാണ് പറയുന്നത്. അവിടെയുണ്ട് 2.5 ലക്ഷം ഈഴവർ. അവിടെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് സ്വയമെങ്കിലും എന്തൊരു റിപ്പോർട്ടർ ടി വി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ചോദ്യം ചോദിക്കാൻ പാടില്ല. ചോദ്യം എങ്ങനെ ചോദിക്കുന്നത്? ചോദ്യം മറുപടി, ഉത്തരം മറുപടി, ചോദ്യം, അങ്ങനെയല്ലേ വരിക? അത് ചോദിക്കാൻ പാടില്ല. പിന്നെ നാക്ക് കടിച്ചിട്ട് വരികയാണ്. ഇപ്പം ശരിയായി. ഇത് പണ്ട് എന്താണ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നാക്ക് പിടിച്ചിട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് കൊടുക്കില്ല ആൾക്കാർ. ആ ശൈലിയാണ്. ഇങ്ങനെ തലയ്ക്ക് ടേ എന്ന് പറഞ്ഞ് അടിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ മൈക്ക്. എന്നിട്ട് ഇത് വെള്ളാപ്പള്ളി നടേശൻ മേടിച്ച് വെച്ച മൈക്ക് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിട്ട് ഇതിനാണ് എടുത്തറിയണോന്നാണ് ചോദിക്കുന്നത്. ഈ സാമാന്യ ബോധമുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മത നേതാവ് അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായ നേതാവ് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹം പറയുന്ന വാർത്താ സമ്മേളനം ടെലികാസ്റ്റ് ചെയ്യുന്ന പഴയ പോലെ അല്ലാന്നേ. പഴയ പോലെ വീഡിയോ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ എഴുതി ഒരു ലെറ്റർ ആക്കിയിട്ട് അതുകൊണ്ടിട്ട് പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തേക്ക് കൊടുക്കുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ശൈലി മാറി. ഇത് ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന്. ചോദിക്കില്ലേ? കേരളത്തിൽ പറയുന്ന 33% വരുന്ന മുസ്ലിങ്ങളുടെ നാവാവണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾ? ആവണ്ടേ? ഈ പറയുന്ന ഈഴവ സമുദായത്തിൻ്റെ നാവാവണ്ടേ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ? ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നാവാവണ്ടേ മാധ്യമങ്ങൾ? അപ്പം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്നത് ലൈവാണ്. ഇതുപോലും ബോധ്യമില്ല പുള്ളിക്ക്. ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്, എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ചോദിക്കണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പത്രസമ്മേളനം നടത്തണ്ടപ്പാ.
ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കിവിടെ ഒന്നും പറയാനില്ല, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയാണ്. പറയുന്നതിന് പാടെ പുള്ളി മൈക്ക് തരികയാണ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, 2 സ്റ്റേജായിട്ടാണ് ആദ്യത്തെ പത്രസമ്മേളനം നടക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പിന്നെ പത്രസമ്മേളനം, രണ്ടാമത് ഒന്ന് കേരളത്തിലെ മലയാള മാധ്യമങ്ങളെല്ലാം കൂടി രണ്ടാമത് കൂടി അത് ജോയിൻ ചെയ്യുകയാണ് അതിൻ്റെ കൂടെ. അപ്പോൾ ആദ്യത്തെ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം ഓരോ മൈക്ക് തരികയാണ്, എന്നാലും കാണുന്നില്ല. കാണാത്തപ്പോൾ പുള്ളി ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അവിടെയാണ് മാധ്യമം ഞാൻ ശ്രദ്ധിച്ചത്, അവിടെയാണ് മലപ്പുറം പ്രദേശമൊക്കെ വരാൻ കാരണം. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് കേന്ദ്രത്തിലിരിക്കുന്ന ഒരാൾ അറിഞ്ഞാൽ മതി എന്നുള്ള നിലയിലേക്കാണ്. പിന്നീടാണ് നോക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും കൂടെ വന്നത് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ റഹീസ് റഷീദിനെ, ഒരു മുസ്ലിം നാമധാരിയായ ഒരു മാധ്യമപ്രവർത്തനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവൻ തീവ്രവാദിയാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അത്രയും ബോധ്യമുള്ളൂ. 90 വർഷം കേരളത്തിൽ ജീവിച്ച് ഈ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അതാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കേരളത്തിലെ ഇടതുപക്ഷം ഇത് വാ പോയ കോടാലിയായി മാറിയെന്ന്. വാ പോലെ കോടാലിയായി. ഇതിനൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്ത് മറുപടി പറയാനാണ്? ഇത് ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ മറുപടി. ഇപ്പോൾ കാറിക്കയറ്റി എന്നതാണെങ്കിൽ പ്രശ്നമെങ്കിൽ കാറിക്കയറ്റിയതും അതിൻ്റെ മറുപടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി സംഭവിക്കുന്നത് ഈ വായ് പോടെ കോടാലിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏത് നേതാവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക? CPI അതിനോട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച പാർട്ടിയല്ലേ CPI എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കാർ ഉപയോഗിച്ചു, എൻ്റെ വാഹനം ഉപയോഗിച്ചു, എൻ്റെ സ്വത്ത് ഉപയോഗിച്ചു, എൻ്റെ മുതലുപയോഗിച്ചു, എന്നോട് CPI പണം വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് CPI ഉണ്ടായിരിക്കണം? അയ്യോ, അതിനൊന്നും CPI മറുപടി പറയാൻ പാടില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മറുപടി പറയാൻ പാടില്ല. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? അദ്ദേഹത്തിന് എന്താ സംഭവം? കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വെറുപ്പിച്ചു. ഒരാളുമായിട്ട് ബന്ധമില്ല. KC വേണുമായിട്ട് ബന്ധമില്ല. അവിടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ബന്ധമില്ല. VD സതീശനുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളി ആകെ ബന്ധമായി കാണുന്നത് ആരെയാണ്? ഈ പറഞ്ഞ പിണറായി വിജയൻ മാത്രമാണ്. അദ്ദേഹമാണെങ്കിൽ സംസാരിക്കാൻ പോലും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നങ്ങാണ്ടാണ് ഒരു ദിവസം സംസാരിച്ചത്. അപ്പോൾ ആ ലെവലിൽ കൈകാര്യം ചെയ്യുന്ന പോലെ പിന്നെ എന്താണ് ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് ഗുണമുണ്ട്. എന്താ അറിയോ? AK-47 പിടിച്ച ആൾക്കാർ നടക്കുന്നുണ്ടോ Y കാറ്റഗറി സുരക്ഷ. അതെന്തിനാണ് കൊടുക്കുന്നതെന്നറിയോ? മറ്റുള്ള സമുദായത്തിൽ നിന്നിൻ്റെ ത്രെട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞാലേ അത് വലിക്കാതിരിക്കുള്ളൂ. കാരണം വളരെ എളുപ്പമാണല്ലോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു 7 പേര് മുന്നിൽ AK-47 പിടിച്ചിട്ട്. അപ്പം പുള്ളീൻ്റെ മനസ്സിൽ പുള്ളി തന്നെ ഒരു പ്രവീൺ തൊഗാഡിയാണ്. അപ്പോൾ ഇങ്ങനെ വല്ല ഗൗരവത്തിൽ വരുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട ഏത് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാലേ നിൽക്കുള്ളൂ. അയ്യോ, ഒരു പ്രശ്നമില്ലാതെ വീട്ടിൽ കുത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് Y കാറ്റഗറി സുരക്ഷ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിന് Y കാറ്റഗറി സുരക്ഷയുണ്ട്? AK-47 സുരക്ഷയെ കേരളത്തിലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞതിനൊക്കെ അപ്പുറമൊന്നും കണ്ട. ദയവ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തേക്കുക. കാരണം ആ സ്റ്റേജ് പുള്ളിക്ക് കഴിഞ്ഞു. കാരണം ഒരു ചോദ്യത്തിന് മറുപടി പറയാനോ കേൾക്കാനോ മനസ്ഥിതി പുള്ളിക്കില്ല. അപ്പോൾ പുള്ളി എഴുതിക്കൊണ്ട് വന്ന കണ്ടില്ലേ, ഈരാറ്റുപേട്ടയിൽ MSF പിന്നെ അതിൻ്റെ നേതാവായിരുന്ന റഹീസ് റഷീദ് എന്ന് പറയാണ്. ഒന്ന് ആലോചിക്കുക, എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയും മര്യാദയും എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇദ്ദേഹത്തോട് ചോദിക്കാതിരിക്കുക. കാരണം ഇദ്ദേഹത്തിൻ്റെ വാർത്ത ജനങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതുപോലെയുള്ള സാധനമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്താണ് ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രസംഗം വെള്ളാപ്പള്ളി നടേശൻ്റെ ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ ആരെ ജയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അദ്ദേഹം പടുകുഴിയിൽ വീണ ചരിത്രമേ ഉള്ളൂ. ഒരാൾ പോലും അത് CPM മനസ്സിലാകുന്നുണ്ട്. CPM നിവൃത്തിയില്ലാതായിരിക്കണോ? അത്രേ ഉള്ളൂ ഇതിനെ കാണേണ്ടതുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 90ാമത്തെ വയസ്സിൽ ഇനി ഒരു ഒരു 10 MLA നിശ്ചയിച്ചിട്ട് മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള കാലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും മര്യാദയെങ്കിലും ജനങ്ങളോട് കാണിക്കുക. കൊച്ചുമോൻ്റെ പ്രായമുള്ളവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് മകൻ്റെ പ്രായമുള്ളവനെയെങ്കിലും വിളിക്കൂ തീവ്രവാദി എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ കാണിച്ചു തരൂ. എന്നിട്ട് പറയൂ. അല്ലാതെ കൊച്ചുമകൻ്റെ പ്രായമുള്ള ആൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ കൊച്ചുമകൻ്റെ പ്രായമുള്ള ആളെ തീവ്രവാദി വിളിക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരു ഇടവേള കൂടി വേണ്ട എന്നുള്ളതാണ് ചോദ്യം. 93 വയസ്സ് പൂർത്തിയായി 9 പതിറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ ഇനി ആര് നിയന്ത്രിക്കാനാണ്? ആകെ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ വായിക്കുകയും ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുക. അതേ അളവിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമേ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇനി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്കൊന്നും വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഇനി പറയാനില്ല. വെള്ളാപ്പള്ളി കഴിഞ്ഞ 234 ദിവസങ്ങൾക്കുള്ളിൽ 65ഓളം വിഷം വമിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഓരോ തവണ പറയുമ്പോഴും മുറിവേൽക്കുന്ന മനുഷ്യരുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ഗിരിരാജ് സിംഗ് പറയുമ്പോൾ അവിടെ നിസ്സഹായരായി നോക്കി നിന്ന് സ്വന്തം പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ അറിയണം.
അവരുടെ ജീവിതത്തിലും അവരുടെ കുപ്പായത്തിലും ഒരു നിമിഷമെങ്കിലും നമ്മൾ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിക്ക് അതിൻ്റെ ബോധ്യമുണ്ടാവൂ. വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്നറിയുമോ? അവർ വിരുന്നുകാരും നമ്മൾ വീട്ടുകാരുമല്ലേ എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വീട്ടിൽ പോകുന്നതെന്ന് പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്തയാളായിരുന്നു ഈ വെള്ളാപ്പള്ളി. ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ പേര് SNDP. ഇദ്ദേഹം ഇപ്പോൾ ചെയർമാനായിട്ടിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന സംഘടനയുടെ പേര് നവോത്ഥാന സമിതി. ഇതിലൊക്കെ വലിയ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യവും തമാശയുമുണ്ടോ കേരളത്തിൽ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അയാൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തു നിന്ന് ഇപ്പോഴും പിന്തുണ കിട്ടുന്നത് എന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ഗോലിമാരോ സാരംകോ എന്ന് പറയുന്ന BJP നേതാവിന് കേരളത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുമോ? നിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പൗരത്വമില്ലാത്തവർ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ഗിരിരാജ് സിംഗിന് കേരളം പിന്തുണ കൊടുക്കുമോ? കേരളത്തിൽ പലതവണ നമ്മളെ വിഭജിക്കാൻ ശ്രമിച്ചിരിക്കുന്ന, നമ്മളെക്കുറിച്ച് പലതവണ കേരളത്തിലെ മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന ഉത്തരേന്ത്യയിലെ നേതാക്കളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുമോ? അങ്ങനെ ഇടതുപക്ഷം ആ സംഘപരിവാർ യുക്തിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ എന്ത് യുക്തിയിന്മേലാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ 60-ലധികം വരുന്ന വിദ്വേഷ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നതേയില്ല. ചെറിയ പരാമർശങ്ങളാണോ നടത്തിയത്? പാകിസ്ഥാൻ മനസ്സോടുകൂടിയാണ് ഇവർ കേരളത്തെ ഭരിക്കുന്നതെന്നല്ലേ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. പക്ഷേ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് പാകിസ്ഥാൻ മനസ്സാണ് എന്ന് പറയുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന സംഘപരിവാർ യുക്തിയുണ്ടല്ലോ, അത് ചെറുതല്ല. അതിന് എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാൻ കഴിയുക? മലപ്പുറം എന്ന പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇവിടെയുള്ള ജനത ഒരു വലിയ ഭൂരിപക്ഷമായി വരാൻ പോവുകയാണെന്ന് പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘപരിവാർ യുക്തിയല്ലേ? അതിന് ഇടതുപക്ഷത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക പരിസരത്ത് അടുപ്പിക്കാൻ കഴിയുമോ? നവോത്ഥാനം എന്ന വാക്ക് ഈ വെള്ളാപ്പള്ളി നടേശന്റെ 7 അയലത്ത് കൂടി പോയിട്ടുണ്ടോ? അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരന്നു സുഖത്തിനായി വരണം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് വെള്ളാപ്പള്ളി നടേശന് ബാധകമാകില്ലെന്നുണ്ടോ? അങ്ങനെ ഒരാൾ SNDPയുടെ തലപ്പത്ത് വരുന്നത് എങ്ങനെയാണ്? ഒരു പീഡ എറുമ്പിനും നൽകരുതെന്നുള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയെന്നുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പീഡ എറുമ്പിന് പോലും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് സ്വന്തം കൊച്ചുമകൻ്റെ പ്രായമുള്ള ഒരു റിപ്പോർട്ടറെ വിളിച്ചിരിക്കുന്നത് തീവ്രവാദി എന്നാണ് വിളിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് കേരളം തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ അധിക്ഷേപിക്കുക. നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ മാൻഹോളിൽ ഇറക്കിയത് അയാളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിരുന്നില്ല. നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇറങ്ങിയത് ഏതെങ്കിലും തരത്തിൽ തനിക്ക് മരണശേഷം കിട്ടാൻ പോകുന്ന വലിയ പട്ടങ്ങൾ ഉദ്ദേശിച്ചുമായിരുന്നില്ല. അവിടെ ആ മാൻഹോളിൽ വീണ അതിഥി തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ, അവർ നമ്മുടെ സഹോദരനാണ് എന്ന് തിരിച്ചറിവ്. അവരുടെ ആരുടെയും പേര് നൗഷാദിന് അറിയുമായിരുന്നില്ല, അവരുടെ ഭാഷ അറിയുമായിരുന്നില്ല, കുടുംബത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ആ മാൻഹോളിൽ ഇറങ്ങി അവിടെ പെട്ടുപോയി ജീവൻ നഷ്ടപ്പെട്ടു പോയ നൗഷാദാണ് അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരന്നു സുഖത്തിനായി വന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള നരൻ, നന്മ ചെയ്യുന്ന നരൻ, ആ നരനെയാണ് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിക്കുക. മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചിട്ട് പറഞ്ഞു, ഈഴവനായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല, ഇനി മുസ്ലിമായിട്ട് ജനിച്ചാൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന അങ്ങേയറ്റം ദുഷിപ്പുള്ള വിദ്വേഷമുള്ള വാചകം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചു. വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കേസ് തടയുന്നതിന് നിങ്ങൾക്കൊരു സർക്കാരിൻ്റെ പിന്തുണ വേണം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസുകൾ EDയും CBയും അന്വേഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചാരാൻ വേണ്ടി അപരവിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വേണം. ഇത് രണ്ടുമാണ് വെള്ളാപ്പള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി രാഷ്ട്രീയ കേരളത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകൻ്റെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഇവിടെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ പാകിസ്ഥാൻ മനസ്സുള്ള മനുഷ്യരായിട്ടും അവരിവിടെ ഭൂരിപക്ഷ സമുദായത്തിന് ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കുന്ന മനുഷ്യരായിട്ടും ചിത്രീകരിക്കുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ ജനിച്ച മനുഷ്യർ അവിടെ മതേതരത്വത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടിൻ്റെ പേരാണ് മലപ്പുറം. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ബാബറി മസ്ജിദ് തകർന്നു വീഴുന്ന സമയത്ത് കേരളത്തിൽ തീപിടിക്കാതിരുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനവും മുസ്ലിം സമുദായവും നൽകിയ മതമൈത്രിയും പിന്തുണയും ഒന്ന് കൊണ്ട് മാത്രമാണ്. ആരും ഉത്തരേന്ത്യയിലേതുപോലെ വലിയ രീതിയിൽ വർഗീയമായ കലാപങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചില്ല
എന്തുകൊണ്ട് അന്നും ഈ മുസ്ലിം ലീഗും ഈ സമുദായ സംഘടനകളും ഒക്കെ വളരെ സൗമ്യമായ ആ വിഷയത്തിൽ പ്രതികരിച്ചതുകൊണ്ടാണ്. ഒരു നീതികേടിനെതിരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാതിരുന്ന നാടിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാറാണെങ്കിലും ശരി, താങ്കൾ തന്നെ അധിക്ഷേപിക്കുന്ന മാപ്പിള ലഹളയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, അവിടെ കുഞ്ഞാലി മരയ്ക്കാറാണെങ്കിലും മമ്പറം തങ്ങളാണെങ്കിലും പല പല കാലഘട്ടങ്ങളിൽ നമ്മളെ നയിച്ച ഓരോരുത്തരും പാണക്കാട്ടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, സാമുദായികമായും ഒക്കെ കേരളത്തെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെയാണ് വെള്ളാപ്പള്ളി അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് പ്രതികരണം ഉണ്ടാവും. അത് ചോദ്യങ്ങളായി അങ്ങയുടെ നേരെ ഉയരുക തന്നെ ചെയ്യും. അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. താങ്കൾ കരുതുന്നത് പോലെ ഒരു ഏതെങ്കിലും തരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവാകാൻ താങ്കൾ സ്വയം നടത്തുന്ന ഈ ശ്രമങ്ങൾ, അതും ഇടതുപക്ഷത്തിൻ്റെ മൂലധനത്തിലാണ്, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിൽ താങ്കൾ അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. CP തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ വളരെ കൃത്യമായൊരു മെസ്സേജ് താങ്കൾക്ക് നൽകുന്നത്. വെള്ളാപ്പള്ളിയല്ല LDF. അതിലുണ്ടെല്ലാം കേരളത്തിലെ തൊഗാഡിയയ്ക്ക് ഇടതുപക്ഷമാകാൻ കഴിയില്ല. കേരളത്തിലെ തൊഗാഡിയയ്ക്ക് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് പലതവണയും അധിക്ഷേപത്തിന് വിധേയമാവുന്ന ഒരു ജനതയുടെ സങ്കടത്തോട് ഐക്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് മലപ്പുറത്ത് ഒരു ആന ചരിഞ്ഞാൽ പോലും അതിൽ വർഗീയത കാണുന്ന നാടാണ്. ആ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ മതേതരമായ പാരമ്പര്യത്തെയാണ്. അതിനുമപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയപ്രത്യയശാസ്ത്രത്തെയാണ്. അപരൻ്റെ പ്രിയം എൻ്റെ പ്രിയം എന്ന് പറഞ്ഞയാളാണ്. സ്വകീയ പ്രിയം അപരൻ്റെ പ്രിയം എന്ന് പറഞ്ഞയാളാണ്. ആ ശ്രീനാരായണ ഗുരുവിനെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഹീസ് റഷീദിനോ നിങ്ങൾ വിളിച്ച ഈ തീവ്രവാദി എന്നുള്ള വാക്കുണ്ടല്ലോ, അത് പോയി ചെന്ന് കൊള്ളുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ തലപ്പ് തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് ശ്രീനാരായണീയരാണ് ആലോചിക്കേണ്ടത്. ശ്രീനാരായണീയർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ പോകുന്നതാണ്. നിങ്ങൾ കുറേ സമയം ഗാന്ധിക്കും സവർക്കർക്കുമൊപ്പം സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് സവർക്കർക്കെതിരെയുള്ള ദിശയിലായിരിക്കും. സവർക്കർക്കൊപ്പം സഞ്ചരിച്ചാൽ ഗാന്ധിക്കെതിരെയും. അതേപോലെ നിങ്ങൾക്കൊരിക്കലും ശ്രീനാരായണ ഗുരുവിനൊപ്പവും വെള്ളാപ്പള്ളി നടേശനൊപ്പവും സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ശ്രീനാരായണ ഗുരുവിലേക്ക് അടുക്കുന്നോ അത്രത്തോളം നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒരു തരത്തിലും മറ്റുള്ള മനുഷ്യനെ വേദനിപ്പിക്കാതെ, വിദ്വേഷമില്ലാതെ, ഒരു മതത്തിൻ്റെ വിദ്വേഷവും ഇല്ലാതെ ഈ നാട് പുലരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ പേരിലെ പ്രസ്ഥാനത്തെ, ആ മനുഷ്യർ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ ഇനിയെങ്കിലും ആ വിഷം വമിപ്പിക്കുന്ന ആ യന്ത്രം ഒന്ന് ഓഫ് ചെയ്യണം. അതല്ലെങ്കിൽ കേരളം അങ്ങേ കേൾക്കുന്ന യന്ത്രം ഓഫ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കേൾക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്, കേൾക്കേണ്ടത് വെള്ളാപ്പള്ളിയല്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇനിയും റഹീസ് റഷീദ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വസ്ത്രം കണ്ടും അവരുടെ പേര് കണ്ടും അവരുടെ നാട് കണ്ടും അവരെ പാകിസ്ഥാനിലേക്ക് കടത്താമെന്നുള്ള സംഘപരിവാർ യുക്തിയുണ്ടല്ലോ, അർബൻ നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അതേ യുക്തി, നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന അതേ യുക്തി, ആ യുക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന പിണറായി വിജയൻ കോട്ട് ചെയ്ത കേരളത്തിൻ്റെ പ്രവീൺ തൊഗാഡിയയ്ക്കുള്ളത്. ആ കേരളത്തിലെ പ്രവീൺ തൊഗാഡിയെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. വെള്ളാപ്പള്ളി സ്വയം നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കേൾക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പോംവഴി. യെസ് എന്ന് 4 പേർ. Meet the editors.